എന്തെങ്കിലും തെളിവുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തെ അറിയിക്കുകയാണ് വേണ്ടത്. അതിനു പകരം വിവിധ രീതിയിലുള്ള പ്രചാരപന ചെയ്ത് ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ അവർക്കെന്തോ ഉദ്ദേശമുണ്ട്. ഇതിൽ അമിതമായ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്ന ഒരു പാർട്ടിയെ ഇപ്പൊ കാണുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP-യാണ്. അത് പറയാതിരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് അവർ ഇത്ര താല്പര്യമെടുത്തത് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഈ കേസിൽപ്പെട്ടതായി പറയുന്ന ഒരു തലശ്ശേരിക്കാരൻ ഒരാളുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. വിജേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ഈ വിജേഷിനെ കുറിച്ച് ഇപ്പൊ ടിവിയിലൊക്കെ അടിച്ചു വരുന്നത് കണ്ടു. ഇയാള് CPM-ന്റെ ആളാണ് എന്ന്. വിജേഷ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു CPM-കാരനാണ്. അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണ്. അയാളുടെ അനുജനാണ് ഇയാൾ. അതുകൊണ്ട് CPM-ന്റെ ആളാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ആരാണ് ഈ വിജേഷ്? അയാൾ RSS-ന്റെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളാണ്. അയാൾ RSS-ന്റെ പ്രവർത്തകനായി നിരവധി കേസിൽ പ്രതിയായി ആ പ്രദേശം വിട്ടുപോയ ആളാണ് ഈ വ്യക്തി. അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ ഒരു CPM-കാരനെ കൊന്ന കേസിൽ പ്രതിയായിരുന്നു. ഇങ്ങനെയുള്ള ഒരാൾ ഈ കേസിൽ പ്രതിയായപ്പോൾ ഇതിന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി BJP-ക്കാർ പ്രകടിപ്പിക്കുന്ന അമിതാവേശം അത് ജനങ്ങൾ തിരിച്ചറിയണം. അവരിത് പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഇതിലൊരു രാഷ്ട്രീയ നിറവും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽപ്പെട്ടവരാരായിരുന്നാലും നിരക്കേടില്ല. അവരേത് രാഷ്ട്രീയക്കാരായിരുന്നാലും നിരക്കേടില്ല. സംഭവത്തിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ പേരിൽ നടപടി എടുത്തിരിക്കും. അത്തരം നടപടികളുമായിട്ട് ഇടതുപക്ഷ മുന്നണി സർക്കാർ ധീരമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുകയാണ് നാം വേണ്ടത്. അതാണ് ചലച്ചിത്ര ലോകം ഒന്നിച്ച് ഗവൺമെന്റ് നടപടിയെ പിന്തുണച്ചിട്ടുണ്ട്.